ഡിയർ മക്കളെ, വെൽക്കം ടു ബൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ്മി ആനന്ദു. എടാ മക്കളെ, അപ്പോൾ നമ്മുടെ മോഡൽ എക്സാമുകളെല്ലാം അവസാനിച്ചിരിക്കുവാണ്. സോ ഇനി നമ്മുടെ മുന്നിലുള്ളത് നമ്മുടെ പബ്ലിക് എക്സാം, നമ്മുടെ മെയിൻ എക്സാം ആണ്. സോ അത് നെക്സ്റ്റ് വീക്ക്, ഒരാഴ്ചയും കൂടെ നമ്മുടെ മുന്നിലുള്ളൂ. അതിനുശേഷം നമ്മുടെ മെയിൻ എക്സാമുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യും. സോ മക്കളെ, പബ്ലിക് എക്സാമിന് മുന്നോടിയായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്കിനാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോ ഞാൻ മാത്സിൻ്റെ അധ്യാപകനായതുകൊണ്ട് മാത്സിൻ്റെ കാര്യം ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുവാണ്. ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്കിനായിരിക്കും ചോദ്യം ചോദിക്കുന്നത്, അത് എത്രത്തോളം നമുക്ക് ആ ചാപ്റ്റർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് നമുക്ക് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കി വയ്ക്കുക മക്കളെ. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഇത് എഴുതിയെടുക്കുക. നിങ്ങളിത് സ്ക്രീൻഷോട്ട് എടുത്ത് കയ്യിൽ മൊബൈൽ സൂക്ഷിച്ചുകൊണ്ടോ ഇങ്ങനെ ചെയ്തുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ ബുക്ക് എടുത്ത് മസ്റ്റായിട്ട് എല്ലാവരും എഴുതുക മക്കളെ. കാരണം എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ ചാപ്റ്റർ ഉണ്ട്. നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്യുക, ഏതൊക്കെ ചാപ്റ്ററാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. സോ ഇതുപോലെ തന്നെയൊക്കെ നമ്മുടെ ഫൈനൽ എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക മക്കളെ, ഏതൊക്കെ ചാപ്റ്റർ കൂടുതൽ നേരം പഠിക്കണം, ഏതൊക്കെ ചാപ്റ്റർ പഠിക്കേണ്ട, ചില ചാപ്റ്റർ നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇതൊക്കെ നമ്മുടെ കയ്യിലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന ഈ ഡീറ്റെയിൽസ് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക മക്കളെ. നമ്മുടെ കൂടെ കൂടുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക മക്കളെ. ഫൈനൽ എക്സാം വരെ ഞാൻ നിങ്ങളുടെ കൂടെ കാണും. സോ കുട്ടികൾക്കും റെഗുലർ കുട്ടികൾക്കും ഒക്കെ മാത്സ് നല്ല കിടിലിനായിട്ട് പഠിപ്പിച്ച് തരാനായിട്ട് മക്കളെ ഞാൻ കൂടെ കാണും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. താല്പര്യമുള്ള കുട്ടികൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ മക്കളെ. താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. സിമ്പിളായിട്ട് എല്ലാ കൺസെപ്റ്റും മനസ്സിലാക്കി ക്ലാസ്സുകൾ നമുക്കുണ്ട് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ മക്കളെ. നിങ്ങൾക്ക് കുറച്ച് കുട്ടികൾ പറഞ്ഞു, സാർ പറയുന്ന ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ നോട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓരോ ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് തരാറുണ്ട്. സോ അതിൻ്റെയൊക്കെ ആൻസേഴ്സ് സാറൊന്ന് ജസ്റ്റ് ഞങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് ചോദിച്ച് മെസ്സേജ് കമൻറ്റ് ചെയ്യാൻ കണ്ടു. സോ മക്കൾ, അതുകൊണ്ട് ഞാനൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്, വാട്സപ്പ് കമ്മ്യൂണിറ്റി ഒരു ചാനൽ. സോ അതിൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആൻസർ കീ, ക്വസ്റ്റ്യൻസ്, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള ഇക്വേഷൻസ്, ഇങ്ങനെയുള്ള ഈ എല്ലാ PDF-കളും ഞാൻ അതിൻ്റെ അകത്ത് ഷെയർ ചെയ്യാം. സോ താല്പര്യമുള്ള കുട്ടികൾക്ക് മക്കളെ താഴെ കാണുന്ന ഞാൻ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നേരെ ചാനൽ ജോയിൻ ചെയ്യാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. ചാനലൊന്ന് ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ അതിനകത്ത് നിങ്ങൾക്ക് നൽകാം. ഓക്കെ അല്ലേ മക്കളെ? അതേപോലെ ലൈവ് വരുന്ന കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും ഞാൻ അതിനകത്ത് നൽകാം. സോ ഫോളോ ചെയ്ത് കൂടെ കേട്ടോ മക്കളെ. അപ്പോൾ മക്കളെ, ഇതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ വെയിറ്റേജുകൾ. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കിയേ, ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്കിനാണ് ചോദിക്കുന്നത് മക്കളെ. റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഒരെണ്ണം 3 മാർക്കിൻ്റെയും ഒരെണ്ണം 4 മാർക്കിൻ്റെയും, ടോട്ടൽ 7 മാർക്കാണ്. ഓക്കെ, നിങ്ങളിത് സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങൾക്ക്, പക്ഷേ എഴുതിയെടുക്കുക. ഉടനെ തന്നെ പോകല്ലേ മക്കളെ. ഞാൻ അതിനെ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയും. സോ വീഡിയോ നിങ്ങൾ മൊത്തം കാണുക. വളരെ കുറച്ച് സമയമുള്ളൂ. സോ അത് മസ്റ്റായിട്ട് നിങ്ങൾ കാണുക കേട്ടോ മക്കളെ. റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ നിന്നും നിങ്ങൾക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് വരാൻ പോകുന്നത്. 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും, ടോട്ടൽ 7 മാർക്കാണ് ആ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ പോകുന്നത്. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി നിന്ന് ഒരൊറ്റ ക്വസ്റ്റ്യൻ ചോദിക്കത്തുള്ളൂ. അത് 3 മാർക്കിൻ്റെ ഒരൊറ്റ ക്വസ്റ്റ്യൻ ആയിരിക്കും. സോ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് അത്രയേ ഉള്ളൂ വെയിറ്റേജ്. 3 മാർക്കിൻ്റെ ഒരൊറ്റ ക്വസ്റ്റ്യൻ ഉള്ളൂ മക്കളെ. സോ നമുക്ക് ഏതൊക്കെ പഠിക്കേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. അടുത്ത മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ എളുപ്പം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു ചാപ്റ്ററാണ് മക്കളെ. 2 ക്വസ്റ്റ്യൻസ് അതിനകത്ത് നിന്ന് കാണത്തുള്ളൂ. 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും, ടോട്ടൽ 7 മാർക്ക് നമുക്ക് അതിനകത്ത് നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഡിറ്റർമിനൻസ് നമുക്ക് മനസ്സിലായി, ഒരൊറ്റ ക്വസ്റ്റ്യനെ കാണത്തുള്ളൂ. നമുക്കറിയാവുന്ന പോലെ തന്നെ മക്കളെ അത് ഇക്വേഷൻ സോൾവ് ചെയ്യാം. മെട്രിക്സ് മെത്തേഡിൽ XYZൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും. പക്ഷേ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണ് മക്കളെ, നമ്മുടെ ഏരിയ ഓഫ് ട്രയാങ്കിൾ. ചെറിയൊരു കൺസെപ്റ്റാണ്, പക്ഷേ അത് പഠിക്കാൻ നിങ്ങൾ പോകരുത്. ചിലപ്പോൾ A പാർട്ടായിട്ട് അതും B പാർട്ടായിട്ട് ഏതെങ്കിലും 2x2 മെട്രിക്സിൻ്റെ XY സോൾവ് ചെയ്യാനായിരിക്കും ചോദിക്കുന്നത്. സോ അത് വിട്ട് കളയാതെ പഠിച്ചോണം കേട്ടോ. എന്തായാലും 6 മാർക്കിൻ്റെ ഒരൊറ്റ ക്വസ്റ്റ്യൻ essay ക്വസ്റ്റ്യൻ അതിനകത്ത് കാണത്തുള്ളൂ. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, ഇവിടെ തൊട്ടാണ് മിക്കവർക്കും ടഫ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് മക്കളെ 2 ക്വസ്റ്റ്യനെ ചോദിക്കത്തുള്ളൂ. പക്ഷേ 2 ക്വസ്റ്റ്യനും അത്യാവശ്യം മാർക്കുണ്ട്. ഒരെണ്ണം 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും ഒരെണ്ണം 6 മാർക്കിൻ്റെ essay ക്വസ്റ്റ്യൻ അതിനകത്ത് നിന്നാണ് വരുന്നത് മക്കളെ. 6 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനും 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനും ഉറപ്പായിട്ട് അതിനകത്ത് ചോദിച്ചിരിക്കും. ടോട്ടൽ 9 മാർക്കാണ് ആ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത്. ഓക്കെ, 9 മാർക്ക്. പിന്നെയുള്ള ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൽ നിന്ന് 2 ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. 3 മാർക്കിനും 4 മാർക്കിനും, ടോട്ടൽ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ പോകുന്നത്. പിന്നെ ഇൻ്റഗ്രൽസിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിക്ക് അതൊന്നും ഇൻ്റഗ്രൽസിൽ നിന്നുമാണ്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഏറ്റവും ടഫായിട്ടുള്ള, പൊതുവെ ടഫാന്ന് പറയപ്പെടുന്ന 2 ചാപ്റ്റേഴ്സാണ്. സോ ഇൻ്റഗ്രൽസിൽ നിന്നും 9 മാർക്കിൻ്റെ ചാപ്റ്റേഴ്സ്, 9 മാർക്കിനാണ് ചോദിക്കുന്നത്. സോ ടോട്ടൽ 3 മാർക്കും 6 മാർക്കും, ടോട്ടൽ 9 മാർക്ക്. പിന്നെ ഉള്ളത് ആപ്ലിക്കേഷൻ ഇൻ്റഗ്രൽ.
ഒറ്റ ക്വസ്റ്റ്യൻ ചോദിക്കത്തുള്ളൂ. നമുക്കറിയാവുന്ന പോലെ ഏരിയ ഓഫ് സർക്കിൾ അല്ലെങ്കിൽ ഏരിയ ഓഫ് എലിപ്സ്. ആ ക്വസ്റ്റ്യൻ ആയിരിക്കും ഒരു ക്വസ്റ്റ്യനെ കാണത്തുള്ളൂ 4 മാർക്കിനും. ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്നും ഒരൊറ്റ ക്വസ്റ്റ്യനെ കാണത്തുള്ളൂ മക്കളെ 4 മാർക്കിനും. ഓക്കെ. വെക്ടർ ഓൾജിബ്രയിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ കാണും. 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻ കാണും. ടോട്ടൽ 7 മാർക്ക്. 3 ഡയമെൻഷൻ ജിയോമെട്രി 3D നിന്ന് ഒരൊറ്റ ക്വസ്റ്റ്യൻ കാണത്തുള്ളൂ 4 മാർക്കിൻ്റെ. ഓക്കെ. പിന്നെ LPP നിന്ന് ഒരൊറ്റ ക്വസ്റ്റ്യൻ 6 മാർക്കിന് നമുക്കറിയാവുന്ന പോലെ ഗ്രാഫ് വരച്ച് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. മക്കളെ അതിനകത്ത് 2 ലൈൻ വരുന്നതുണ്ട്, പിന്നെ 3 ലൈൻ വരുന്നുണ്ട്, പിന്നെ ഒരു അൺബൗണ്ടഡ് റീജിയൻ്റെ ഗ്രാഫും ഉണ്ട്. സോ അൺബൗണ്ടഡ് വരത്തില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എങ്കിലും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾ നോക്കുക. അതിൻ്റെ ഓൾറെഡി ലൈവ് ചെയ്തിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ജസ്റ്റ് നോക്കുക. ബാക്കി 2 ക്വസ്റ്റ്യൻ 2 ടൈപ്പ് പഠിച്ചു വയ്ക്കുക മക്കളെ. മസ്റ്റായിട്ടും ഫസ്റ്റ് ടൈപ്പ് പഠിച്ചു വയ്ക്കുക. അതേ ചോദിക്കാൻ ചാൻസ് ഒരു 98% ചാൻസ് ആണ് ആ ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്. ഓക്കെ. പിന്നെ പ്രോബബിലിറ്റിയിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും. എന്തായാലും ബേസ് തിയറം മസ്റ്റായിട്ട് കാണും. ബേസ് തിയറം പഠിക്കാതെ ഒരാൾ പോലും പോകരുത്. 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ബേസ് തിയർ ആയിരിക്കും. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ആ സെക്ഷനിൽ നിന്നായിരിക്കും. സോ ടോട്ടൽ 7 മാർക്ക്. അപ്പോൾ മക്കളെ നമുക്കൊരു കാര്യം മനസ്സിലായത്, നമ്മുടെ എസ്എ ക്വസ്റ്റ്യൻസ് വരുന്നത് നിങ്ങളുടെ ഫൈനൽ എക്സാമിന് വരാൻ പോകുന്നത് ഏതൊക്കെയാണ്? ഈ ഒരു ചാപ്റ്റർ ഡിറ്റർമിനൻസിൽ നിന്ന് ഒരെണ്ണം കാണും നമുക്ക്. പിന്നെ ലീനിയർ പ്രോഗ്രാമിംഗ് LPP എന്ന് ഒരെണ്ണം കാണും. സോ അത് രണ്ടും നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും അല്ലേ? അത് ഉറപ്പിച്ചോ. 6 12 മാർക്ക് അവിടെയായി. മക്കളെ സേ കുട്ടികൾക്കും അല്ലാതെ റെഗുലർ കുട്ടികൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങൾ എല്ലാവരും എഴുതാൻ പോകുന്ന ഒരേ ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ഇതേപോലെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് സയൻസിൻ്റെ വെയിറ്റേജ് ആണ് കേട്ടോ മക്കളെ. കൊമേഴ്സിൻ്റെ വെയിറ്റേജ് ഞാൻ പുറകെ തരാം. അപ്പം മക്കളെ നോക്കിക്കോണേ. 6 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എല്ലാ കുട്ടികൾക്കും സ്കോർ ചെയ്യാൻ പറ്റിയതാണ്. 6 12 മക്കളെ 4 എസ്എ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. അതിനകത്ത് 3 എണ്ണം നിങ്ങൾ എഴുതണം. നമ്മൾ പ്ലാൻ ചെയ്യണം മക്കളെ. എന്തായാലും ഇത് രണ്ടും എഴുതാൻ പറ്റുമല്ലോ. സോ അത് രണ്ടും മസ്റ്റായിട്ട് പഠിക്കുക. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് കണ്ടിന്യൂറ്റി എഴുതണോ, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എഴുതണോ, അതോ ഇൻ്റഗ്രൽസ് പഠിക്കണോ? അപ്പോൾ ഞാൻ പറഞ്ഞു ഇൻ്റഗ്രൽസ് പഠിക്കാതെ നമുക്ക് വേണമെങ്കിൽ വിടാം. അപ്പോൾ നിങ്ങളെല്ലാം അത്ഭുതപ്പെടും. ഇൻ്റഗ്രൽസ് പഠിക്കാതെ പോകും എക്സാമിന്. ഇൻ്റഗ്രൽസ് പഠിക്കാതെ പോയി എനിക്ക് 60 മാർക്ക് കിട്ടുമോ? 100% ഞാൻ പറയുവാണ്, ഇൻ്റഗ്രൽസ് പഠിക്കാതെ പോയാലും 60 60 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എടാ മക്കളെ ടോട്ടൽ നോക്കിയടാ, ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. എടാ ഇൻ്റഗ്രൽസിൽ നിന്ന് നിങ്ങൾ നോക്കടാ, 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനും 6 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനുമാണ് വരാൻ പോകുന്നത്. ഞാനത് പഠിക്കേണ്ടെന്ന് പറയാൻ പോവല്ല. പഠിക്കുക എല്ലാ കുട്ടികളും. കാരണം ഹയർ ലെവലിൽ ഇൻ്റഗ്രൽസ് ഇല്ലാത്ത ഒരു ഇതുമില്ല. ബിടെക് ലെവലിലൊക്കെ ഇൻ്റഗ്രൽസിൻ്റെ കളിയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് എല്ലാ കുട്ടികൾക്കും അത് പഠിക്കാൻ പറ്റത്തില്ല. എടാ മക്കളെ, പക്ഷേ അത് പഠിക്കുന്ന കുട്ടികൾക്ക് ഇൻ്റഗ്രൽസ് ശരിക്കും പറഞ്ഞാൽ ഡെറിവേറ്റീവ്സ് പഠിച്ച കുട്ടികൾക്ക് വളരെ എളുപ്പം ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസേ വരത്തുള്ളൂ. പക്ഷേ ഇൻ്റഗ്രൽസ് നമ്മൾ വിടുവാണെങ്കിൽ 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വിടാം, പിന്നെ 6 മാർക്കിൻ്റെ ഒരു എസ്എ ക്വസ്റ്റ്യൻ വിടാം. പക്ഷേ നിങ്ങൾ മസ്റ്റായിട്ട് ഇത് പഠിച്ചുകൊണ്ട് പോകണം. കാരണം എസ്എ ക്വസ്റ്റ്യൻ നമ്മൾ ഇത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഇത് രണ്ടും നമ്മൾ എന്തായാലും എഴുതും. പിന്നെ നിങ്ങൾ ഇത് എഴുതണം. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിക്കകത്ത് നിന്ന് ഡെറിവേറ്റീവ്സ് ആയിരിക്കും ചോദിക്കുന്നത് കേട്ടോ. കണ്ടിന്യൂറ്റിയിലെ നമ്മുടെ ലിമിറ്റ് കണ്ടുപിടിക്കും. ലിമിറ്റ് വെച്ച് കണ്ടിന്യൂസ് ആണ് അല്ലെങ്കിൽ തെളിയിക്കാനുള്ള ക്വസ്റ്റ്യൻ എന്തായാലും 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കത്തുള്ളൂ. സോ നിങ്ങൾ ചെയ്യേണ്ടത് മക്കളെ, നിങ്ങൾക്ക് ഇൻ്റഗ്രൽസ് വേണമെങ്കിൽ പഠിക്കാതെ വിടാം. പക്ഷേ ഞാനത് എല്ലാവരോടും പറയുന്നില്ല. എല്ലാവർക്കും ഇൻ്റഗ്രൽ പാടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇൻ്റഗ്രൽ പഠിക്കാതെ പോയി തോറ്റുപോകും അങ്ങനെയൊന്നുമില്ല. 60 മാർക്ക് ഇൻ്റഗ്രൽ പഠിക്കാതെ പോയി വാങ്ങിയ കുട്ടികളുണ്ട്. ഇതൊക്കെയാണ് പ്ലാനിങ്. ഇവിടെയാണ് പ്ലാനിങ്. സ്മാർട്ട് വർക്ക് നടക്കുന്നത് ഇവിടെയാണ്. ഹാർഡ് വർക്കിനേക്കാളും കൂടുതൽ ഇനി ഉപകാരപ്പെടുന്നത് സ്മാർട്ട് വർക്കാണ്. എന്താണ് ഈ സ്മാർട്ട് വർക്ക്? എപ്പോഴും സ്മാർട്ട് വർക്ക് എന്ന് കേൾക്കാം അല്ലേ? ഇതാടാ മക്കളെ എക്സാമിന് മുമ്പ് നമ്മൾ എടുക്കുന്ന പ്ലാനിങ്. നിങ്ങളിത് ഫുള്ളായിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതുക. വേറെ നോക്കി, എല്ലാവരും കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാതെ വിടാം. കാരണം അതിനകത്ത് 1 മാർക്കിനെ ചോദിക്കത്തുള്ളൂ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാതെ വിട്ടോ, നോ പ്രോബ്ലം. മക്കളെ ഞാൻ പറയണേക്ക് 4 മാർക്കിൻ്റെ ഏതൊക്കെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റും? പൊതുവെ എല്ലാ കുട്ടികളുടെയും ലോ ലെവലിൽ എന്ന് പറഞ്ഞാൽ ലോ ലെവൽ എന്ന് ഉദ്ദേശിക്കുന്നത് കൺസെപ്റ്റ് വളരെ കുറച്ച് പഠിച്ച അത്രയും മാത്സ് അധികം ഇഷ്ടമല്ലാത്ത കുട്ടികളും കാണുമല്ലോ. സോ അവരാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. എന്ന് പറഞ്ഞാൽ അത്രയും ലോ ലെവലിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ എഴുതാൻ പറ്റുന്ന ഞാൻ പറയട്ടെ. മെട്രിക്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റും 4 മാർക്ക്. 6 ക്വസ്റ്റ്യനാണ് എഴുതേണ്ടത്. പിന്നെ ആപ്ലിക്കേഷൻ ഇൻ്റഗ്രലല്ലോ ഞാൻ ഏതാ ഉദ്ദേശിച്ചത്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിടാമെന്നാണ് ഉദ്ദേശിച്ചത്. ആപ്ലിക്കേഷൻ ഇൻ്റഗ്രലിനകത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറ്റും. അത് ഞാൻ പറഞ്ഞുതരാം, ഏതാ വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് പഠിച്ചാൽ മതി. പിന്നെ വെക്ടർ ഓൾജിബ്രയിൽ നിന്ന് എല്ലാവർക്കും എഴുതാൻ പറ്റും. 3Dക്ക് അന്ന് എല്ലാവർക്കും എഴുതാൻ പറ്റും. 1 2 3 4. പിന്നെ പ്രോബബിലിറ്റിയിൽ നിന്ന് എല്ലാവർക്കും എഴുതാൻ പറ്റും. ബേസ് തിയറം. മക്കളെ 5 ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റുമല്ലോ. റിലേഷൻ ഫംഗ്ഷൻ്റെ കാര്യം ഞാൻ എല്ലാവർക്കും ഉറപ്പ് പറയുന്നില്ല, കാരണം അത് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. പക്ഷേ എങ്കിലും അതും എഴുതാൻ പറ്റുമെങ്കിൽ 6 ക്വസ്റ്റ്യൻ അവിടെ നിന്നായി. മനസ്സിലായോ? ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്സ് അല്ലെങ്കിൽ
റിലേഷൻ ഫംഗ്ഷൻ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ആപ്ലിക്കേഷനോ ഡെറിവേറ്റീവ് പഠിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് 6 ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റും. പ്ലാനിങ് ആണ് ഇവിടെ വേണ്ടത് കേട്ടോ. പിന്നെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് വേണമെങ്കിൽ പ്രോബബിലിറ്റി എഴുതാൻ പറ്റും, വെക്ടർ ആൾജിബ്ര എഴുതാൻ പറ്റും, ഇൻ്റഗ്രൽസ് എഴുതണ്ട, വിടാന്ന് വെച്ചോ. ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്സും വേണമെങ്കിൽ വിടണ്ട, അതും വിട്ടോ, കുഴപ്പമില്ല. ഞാൻ പറയുന്നതാണ്, ഒരു സാധാരണ ഒരു ആവറേജ് കുട്ടികളെ സംബന്ധിച്ച് ഞാൻ പറയുവാണ്. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എഴുതാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ മെട്രിക്സ്, ഇൻവേഴ്സ്, റിലേഷൻ ഫംഗ്ഷൻ. ഓക്കെ മക്കളെ, ഞാൻ വേറൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഈ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ചാപ്റ്റർ പൊതുവെ എല്ലാവർക്കും കുറച്ച് പേർക്ക് ടഫാണ്. അത് വിട്ടാലും നിങ്ങൾക്ക് ബാക്കി 1, 2 ഈ ചാപ്റ്റർ പഠിച്ചു, 3, പിന്നെ 1, 2, 3, 4, 5, പിന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ എഴുതാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി വിടാം. അപ്പോൾ 2 ചാപ്റ്റർ നമുക്ക് വേണമെങ്കിൽ പഠിക്കാതെ വിടാം. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയും ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിങ്ങൾ പഠിക്കാതെ വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3, 4, 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. ഓക്കെ, എന്ന് പറഞ്ഞാൽ 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യനകത്തുനിന്ന് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ മാത്രമേ എഴുതാതെ വിടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 2 ചാപ്റ്റർ പഠിക്കാനുള്ള സമയം നമുക്കവിടെ ലാഭിക്കാം. ഓക്കെ, ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പഠിക്കാനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തണം. ഈ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി പഠിക്കണം നിങ്ങളപ്പം. കാരണം എന്താ, അത് പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു 3 മാർക്കിൻ്റെയും ഒരു 6 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് പഠിക്കുമ്പോൾ ബോണസ് എന്താണ്, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി വിടാം. മനസ്സിലായോ? ഇതൊക്കെ ഓരോരുത്തർക്കും അനുസരിച്ച് നമുക്ക് പ്ലാൻ മാറ്റാം. അല്ലാതെ നിങ്ങൾ യൂട്യൂബിൽ കയറി കണ്ടിട്ട് ഇങ്ങനെ പഠിക്കുക, ഇത് പഠിക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു തന്നു, ഇതിൻ്റെ ലൂപ്പ് ഹോൾ ഞാൻ പറഞ്ഞു തന്നു. എവിടെയാണ് ഒരു ലൂപ്പ് ഹോൾ ഉള്ളത്? കാരണം എവിടെ നമുക്കിത് നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ചെയ്യാം എന്ന് മനസ്സിലാക്കുക മക്കളെ. എങ്ങനെ പഠിക്കണം എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ വെയിറ്റേജ് അനുസരിച്ച് പ്ലാൻ ചെയ്യുക, അതിന് കൂടുതൽ സമയം കണ്ടെത്തി പഠിക്കുക. പിന്നെ ഞാൻ കുട്ടികളോട് ചാപ്റ്റർ വിട്ട് പഠിക്കുക എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് എല്ലാ കുട്ടികളോടും അല്ല ഞാൻ പറയുന്നത് മക്കളെ. സേ എഴുതാൻ പോകുന്ന ഇഷ്ടം പോലെ കുട്ടികളുണ്ട്. സോ അവരോട് ഞാൻ പറയാം. പിന്നെ ജയിക്കുക എന്നുള്ള ഉദ്ദേശം അല്ലെങ്കിൽ ഡബിൾ പാസ് വാങ്ങുന്ന ഉദ്ദേശമുള്ള കുട്ടികളോട് ഞാൻ പറയാൻ പോകുന്നത്, മക്കളെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏറ്റവും ടഫായിട്ടുള്ള ഈ 5 ചാപ്റ്റേഴ്സ് പഠിക്കാതെ വിടാം. 5 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാതെ വിടാം. അപ്പോൾ നിങ്ങൾ ഞെട്ടും, അയ്യോ ഇതെന്താണ്, 5 ചാപ്റ്റേഴ്സ് പഠിക്കാതെ വിട്ടാലും നമുക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. 5 ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചില്ലെന്ന് വെച്ചു മക്കളെ. ഇത് ഞാൻ പറയുന്നത് സേ എഴുതാൻ പോകുന്ന കുട്ടികളോടും പിന്നെ എങ്ങനെയെങ്കിലും ജയിക്കുക മക്കളെ. മാത്സ് ആരും തോൽക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, എല്ലാവർക്കും മാത്സ് പഠിച്ച് നല്ല ഹൈ ലെവലിൽ പഠിച്ച് മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല. ഓക്കെ, അത് ഇനിയിപ്പോൾ വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. സോ അങ്ങനെയുള്ള കുട്ടികൾ, നിങ്ങൾക്ക് ഫുൾ മാർക്ക് വേണ്ട കുട്ടികൾ ഫുൾ ചാപ്റ്റർ പഠിക്കുക, ഞാൻ ഇപ്പോഴും പറയുകയാണ്. അല്ലാതെ ജയിക്കുക അല്ലെങ്കിൽ ഡബിൾ പാസ് വാങ്ങുക, വർഷങ്ങളായിട്ട് സേ എഴുതിക്കൊണ്ട് കഷ്ടപ്പെടുന്ന കുട്ടികളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ 5 ചാപ്റ്റർ വിട്ടോ, ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ തോൽക്കത്തില്ല. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത്, നിങ്ങൾ പക്ഷേ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട മക്കളെ, ഡിറ്റർമിനൻ്റ് പഠിക്കുക 6, 12, LPP പഠിക്കുക 12 മാർക്കായി. ഓക്കെ, പ്രോബബിലിറ്റി പഠിക്കുക 12, 7, 19 മാർക്കായി, ജയിച്ചു. 3 ചാപ്റ്റർ പഠിക്കുമ്പോൾ ജയിച്ചു കഴിഞ്ഞു. ഓക്കെ, എന്നാലും ഞാൻ പറയാം 19 മാർക്ക്. മെട്രിക്സ് പഠിക്കാമല്ലോ നിങ്ങൾക്ക്, 19, 7, 26 മാർക്ക്. പിന്നെ 26 മാർക്കായേ വെക്ടർ ആൾജിബ്ര ഏതൊരു കുട്ടിക്കും സിമ്പിളായിട്ട് പഠിക്കാം. 26, 7, 33 മാർക്കായി. 33 3Dക്ക് അതിന് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസേ വരത്തുള്ളൂ. എത്രയാടാ? 7, 7, 13, 13, 20, 24, 30, 37 മാർക്കിനുള്ളത് ഇപ്പം തന്നെ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, 5 ചാപ്റ്റർ വിട്ടു, നമ്മൾ ഈ ചാപ്റ്റർ തൊട്ടിട്ടില്ലേ. ഓക്കെ, 37 മാർക്കിനുള്ളതായി, ഡബിൾ പാസ് ആയി. ഇനി ഈ ചാപ്റ്ററോടെ പഠിക്കുവാണെങ്കിലോ 37, 7, 44 മാർക്കായി. മക്കളെ 44 മാർക്ക് നമ്മൾ 5 ചാപ്റ്റർ വിട്ടാൽ 7, 3, 10, 7, 17, 6, 23, 30, 34, 40, 7, 3, 10. ഓ ഇത് കൂട്ടിയില്ലല്ലോ, ഇത് വേണ്ട. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയും പഠിക്കണമെന്ന് പറയുന്നില്ല. അപ്പോൾ 5, 1, 6 ചാപ്റ്റർ നിങ്ങൾ വിട്ടോ, 6 ചാപ്റ്റർ നിങ്ങൾ വിട്ടോ, നോ പ്രോബ്ലം. 6 ചാപ്റ്റർ വിടുക എന്ന് പറയുമ്പോൾ ഈ നടുക്കത്തെ 5 ചാപ്റ്ററും ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി നിങ്ങൾ വിട്ടു. ജയിക്കാൻ താല്പര്യമുള്ള കുട്ടികളോട് മാത്രം ഞാൻ പറയുന്നതാണ് കേട്ടോ മക്കളെ. ഇത് പിന്നെ നിങ്ങൾ ഇതെന്താണ് ഈ സാറ് പറയുന്നതെന്ന് വിചാരിച്ച് ഒന്നും തോന്നരുതേ. ജയിക്കേണ്ട കുട്ടികളോടുള്ള ഒരു പ്ലാനാണ് ഞാൻ പറയുന്നത്, അവർക്കുള്ള പ്ലാനാണ്. ഫസ്റ്റത്തെ ചാപ്റ്ററിൽ നിന്ന് 7, 7, 7, 14, 6, 20. ഓക്കെ, 27, 4, 31, 6, 37, 7, 44 മാർക്ക്. ഏത് 60ൽ 44 മാർക്ക് നിങ്ങൾക്ക് കിട്ടുമെന്ന്. 60ൽ 44 മാർക്ക് മക്കളെ, 60ൽ 44 മാർക്ക് നിങ്ങൾ 1, 2, 3, 4, 5, 6, 7 ഏകദേശം പകുതിയോളം ചാപ്റ്റർ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും 44 മാർക്ക്. അത് നന്നായിട്ട് അത്യാവശ്യം പഠിക്കുകയാണെങ്കിൽ 1, 2 ക്വസ്റ്റ്യൻ വിടുവാണെങ്കിൽ തന്നെ
38-40 മാർക്കോളം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഡബിൾ പാസിൻ്റെ അപ്പുറമുള്ള മാർക്ക്. ഏതെങ്കിലും ഒരാൾ തോൽക്കൂടാ? എടാ മക്കളെ, ഈ എക്സാം എഴുതുന്ന ഒരു കുട്ടി പോലും തോൽക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇഷ്ടംപോലെ കുട്ടികളാണ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നത് ഒന്ന് ജയിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ പറയുന്ന മക്കളെ, നിങ്ങൾ പഠിക്കേണ്ട ഈ 7 ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. പഠിച്ചതിന് ശേഷം ബാക്കിയുള്ള ചാപ്റ്ററിലേക്ക് കടക്കുക. അപ്പോൾ ഇനി വളരെ കുറച്ച് സമയമുള്ള മക്കളെ, ഞാൻ പറഞ്ഞ ഈ 7 ചാപ്റ്റർ നിങ്ങൾ മനസ്സിലിട്ടോ. 7 ചാപ്റ്റർ 1, 2, 3 ഈ 3 ചാപ്റ്റർ പഠിച്ച ശേഷം 4, 5, 6, 7 ചാപ്റ്റർ പഠിച്ച് സെറ്റാക്കുക. അപ്പോൾ എന്താ, നമുക്ക് 44 മാർക്ക് ഉറപ്പായി. അതിനകത്ത് ഒരു 36 മാർക്കിൽ കൂടുതൽ നമുക്ക് കിട്ടുമോ? ഡബിൾ പാസ് ഉറപ്പിച്ചു. ഡബിൾ പാസ് ഉറപ്പിച്ച ശേഷം സമയമുണ്ടെങ്കിൽ, പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ബാക്കി ചാപ്റ്ററിലേക്ക് കിടക്കുക. എന്ന് പറയുന്ന അടുത്ത 5 ചാപ്റ്റർ നിങ്ങൾ വിട്ട് കളഞ്ഞാലും, പക്ഷേ ഞാൻ പറയുന്ന ഈ 5 ചാപ്റ്റർ വിടുന്ന കുട്ടികൾ ഓക്കെ, എന്തായാലും അവർ ബിടെക്കിലേക്ക് പോകാൻ താല്പര്യമില്ലാത്ത കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ വേറെ വല്ല ഫീൽഡിലേക്ക് പോകാൻ താല്പര്യമുള്ളവരായിരിക്കും. സോ അവർക്ക് ഈ 5 ചാപ്റ്റർ പിന്നെ ഹയർ ലെവലിലേക്ക് അത്ര അത്യാവശ്യം വരത്തില്ല. പക്ഷേ ബിടെക് ലെവലിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഡിഗ്രി ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി തുടങ്ങിയ സബ്ജക്റ്റുകൾ എടുക്കുന്ന കുട്ടികൾക്ക് വീണ്ടും കാണാൻ ഇടവരുന്ന ഒരു ടോപ്പിക്കുകളാണ് ഇതിൻ്റെ അകത്തുള്ളത്. സോ അത് പഠിക്കാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ പ്രശ്നമാകും നിങ്ങൾക്ക്. അപ്പം ഞാൻ അവരോടല്ല പറയുന്നത്, ഹയർ ലെവലിൽ ഇതൊന്നും മാത്സ് ആവശ്യമില്ലാത്ത കോഴ്സുകൾ എടുക്കുന്ന ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. അവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം പിന്നെ മുന്നോട്ടുള്ള ലൈഫിൽ കാണത്തില്ല. സോ അവർക്ക് വേണമെങ്കിൽ ഇത് പഠിക്കാതെ വിടാം. ഞാൻ നിങ്ങളോട് പറയുന്ന മക്കളെ, ഒരാൾ പോലും തോൽക്കരുത്. ഒരു കുട്ടി പോലും മാത്സിന് തോൽക്കരുതെന്നാണ് എൻ്റെ ആഗ്രഹം. ഒരു 5 വർഷത്തിനുള്ളിൽ തന്നെ എല്ലാ കുട്ടികളെയും മാത്സിന് ജയിപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, അപ്പോൾ ഇത്ര എനിക്ക് പറയാനുള്ളത്. മസ്റ്റായിട്ട് നിങ്ങൾ ഈ പ്ലാൻ ഫോക്കസ് ചെയ്യുക, നന്നായിട്ട് ഇതൊന്ന് എഴുതിയെടുക്കുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക മക്കളെ. ഈ പ്ലാൻ വർക്കൗട്ട് ആവും. ഇഷ്ടംപോലെ വർഷങ്ങളിലായിട്ട് ഇത് വർക്കൗട്ട് ചെയ്ത് സെറ്റാക്കിയതാണ്. ഒരു 0 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക്, എടാ മക്കളെ 3 മാർക്ക് കിട്ടിയ കുട്ടിയെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. 3 മാർക്കും 2 മാർക്കും കിട്ടിയ കുട്ടികളെ വരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഡബിൾ പാസിൻ്റെ അപ്പുറം മാർക്ക് അവർക്ക് നേടാനായിട്ട് ഈ പ്ലാൻ ഞാൻ ഇതുപോലെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓരോ വർഷവും ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, എടാ മക്കൾ ഇതൊന്നും പറഞ്ഞു തരാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു എവിടെ നിന്നും നിങ്ങൾക്കൊരു സോഴ്സ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നം വരുന്നത്. ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്ത് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത്, ഓ ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലേ, ഇങ്ങനൊരു ലൂപ്പ് ഹോൾ ഇതിൻ്റെ അകത്തുണ്ടല്ലേ. സോ ആ ലൂപ്പ് ഹോളിൽ കയറി നമ്മളിത് വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ ഹൈ ലെവൽ മാർക്ക് നമുക്ക് വാങ്ങാൻ പറ്റും. എല്ലാവരും ഞെട്ടും. 2 മാർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ 3 മാർക്ക് ചെയ്യുന്ന 40 മാർക്ക് വാങ്ങി ജയിക്കുന്ന ആ അവസ്ഥയെന്ന് ഓർത്ത് വയ്ക്കണം മക്കളെ. കുട്ടികളോടാണ് ഞാൻ ചോദിക്കുന്നത്, അല്ലേ? വല്ലാത്തൊരവസ്ഥയല്ലേ ഇത്? യെസ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. സ്മാർട്ട് വർക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് 44 മാർക്കായേ, കുറച്ച് മാർക്ക് കൂടെ നേടിയാൽ A+ അല്ലെങ്കിൽ A ലെവലിലേക്ക് എത്താൻ പറ്റും. ഏത് ഇതിൻ്റെ അകത്ത് കൂടെ ചെറിയ 1-2 ചാപ്റ്റേഴ്സും കൂടെ, പിന്നെ ഞാൻ പറയുന്നത് ആപ്ലിക്കേഷൻ ഇൻ്റർവ്യൂ ഞാൻ പഠിപ്പിച്ചു തരാം. സെറ്റ്. അതിനകത്ത് നിന്ന് ഒരു 100% ഉറപ്പുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ പഠിപ്പിച്ചു തരാം. കുട്ടികളോട്, എൻ്റെ ബാച്ചിലെ കുട്ടികൾക്ക് ഞാൻ ഈ 5 ചാപ്റ്ററിനകത്ത് നിന്ന് പഠിപ്പിക്കത്തില്ല, കാരണം അവർക്ക് ടഫാണ്. പക്ഷെ അവർക്ക് ഞാൻ ബോണസായിട്ട് 1-2 ചാപ്റ്റേഴ്സിൽ നിന്ന് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മക്കളോട്. സോ അവർക്ക് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിക്കകത്തുന്ന ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആപ്ലിക്കേഷൻ ഇൻ്റഗ്രൽ അതിനകത്ത് നിന്ന് വരാൻ ചാൻസ് ഉള്ള ഒരു 2-3 ക്വസ്റ്റ്യൻ പറഞ്ഞു കൊടുക്കും. സോ അത് ബോണസാണ്. എങ്ങാനും ചിലപ്പോൾ അവർക്ക് 45 കൂടുതൽ മാർക്ക് നേടാൻ സാധിച്ചാലോ, വലിയൊരു നേട്ടമല്ലേ. മാക്സിമം മാർക്ക് വാങ്ങിക്കൊടുത്തിരിക്കും മക്കളെ. സോ ഈ പ്ലാൻ ഫോക്കസ് ചെയ്യുക. ബാക്കിയുള്ള കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാം മക്കളെ. സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ പോയി പഠിച്ചോ. വിചാരിച്ചേക്കാളും കൂടുതൽ ടൈം ആയിട്ടുണ്ട്. സോറി മക്കളെ. എന്തായാലും നന്നായിട്ട് പ്ലാൻ ചെയ്യുക. സ്മാർട്ട് വർക്ക് ആണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. നന്നായിട്ട് പഠിക്കുക. മസ്റ്റായിട്ട് നല്ല മാർക്ക് നേടി എല്ലാവരും വിജയിക്കുക. അതേപോലെ തന്നെ ഇതേപോലെ തന്നെ +1 ചാപ്റ്റർ വൈസ് വെയിറ്റേജുമായിട്ട് ഞാൻ വരും മക്കളെ. സോ അത് ഫോക്കസ് ചെയ്ത് പഠിക്കുമ്പോഴത്തേക്കും അതിനകത്തുനിന്ന് കിട്ടും. ഓക്കെ, ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്ന കുട്ടികൾക്ക് അത് ഉപകാരപ്പെടും. സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം മക്കളെ. നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് കാണാം. ഇനി മുതൽ നമുക്ക് അങ്ങോട്ടേക്ക് ഓരോ ദിവസവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ടഫ് ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് സെറ്റാക്കുന്നതായിരിക്കും. അതോടൊപ്പം പബ്ലിക് എക്സാമിൻ്റെ തലേദിവസം കിഡിലിനൊരു ലൈവും കൂടെ നമുക്ക് ചെയ്യാം. ഓക്കെ, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം മക്കളെ. കൂടെ കൂടുക, സെറ്റായിട്ട് പഠിച്ചു പോവാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.